തിരുവചനം തിരുമതിലുള്ള പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ നാഥ, അവിടെ കർത്താവ് എൻ്റെ കൃപയുടെ സാന്നിധ്യത്തെ ഞങ്ങളെ എത്രത്തോളം വഴി നടത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കൃപയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന എല്ലാ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലായി തരുവാൻ ഞങ്ങളുടെ കൃപകളിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മഹത്വത്തിനൊത്തോണം ഓരോ ദിവസവും മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ കർത്താവെ, ഞങ്ങളെ കർത്താവെ നിൻ്റെ വയൽ പ്രദേശത്ത് കൂടുതൽ പ്രവർത്തിക്കുന്നവരായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്തിൽ ഇത്രത്തോളം ആ നോയമ്പിൽ ഞങ്ങൾക്ക് പങ്കുചേരത്തക്കണം ഇടയാക്കി കർത്താവ്. ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢമായി തീരത്തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കേൾക്കുന്ന വചസ്സുകൾ കർത്താവ്, കേൾക്കുന്ന വചനങ്ങൾ, കേൾക്കുന്ന ദൂതുകൾ ആഴമായി ഞങ്ങളെ സ്പർശിക്കത്തക്കോണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ജനം അങ്ങയുടെ ദാനവും അടിയനങ്ങയുടെ വചനം അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുന്നതോടൊപ്പം കർത്താവ് വചനം ഹൃദയങ്ങളിൽ സ്പർശിക്കുവാൻ, കർത്താവ് പതിയുവാൻ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരത്തക്കോണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപയും സാന്നിധ്യം അടിയങ്ങളോട് ഓരോരുത്തരോടും കൂട്ടുണ്ടായിരുന്നു. വാക്കുകളോട്, ശബ്ദത്തോട്, കണ്ടത്തോടും ഉണ്ടായിരുന്നു. കേസ് സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മളെ ഓരോ ദിവസവും ഇത്രത്തോളം ഈ നോയമ്പ് കാലത്തിൽ വഴി നടത്തിയ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ് നമ്മുടെ നോയമ്പ് കാലത്തിൽ വ്യത്യസ്തമായി ദൂതുകൾ പലയിടത്തു നിന്ന് നമുക്ക് കേൾക്കുവാൻ സാവകാശം ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ സ്ഥലകാല ഭേദമില്ലാതെ ദൈവത്തിൻ്റെ സുവിശേഷം അതിർവരമ്പുകളില്ലാതെ ലഭ്യമാകത്തക്കവണ്ണമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുള്ളതിനാൽ ഈ മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്ന വചസ്സുകളും ദൂതുകളും അത് യഥാർത്ഥമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിനൊത്തവണ്ണമാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പ്രതിയോഗി പ്രകാരം ഉള്ള ഒരു അവസരമുള്ളതുകൊണ്ട് അതിൽ നിന്നും പോലും വചനം അല്ലെങ്കിൽ ദൂതുകൾ പോലും പൂർണ്ണതയിൽ ലഭ്യമാകാതെ അത് മനുഷ്യ മനസ്സിനെ പല ചിന്താകുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന രീതികളും കണ്ടുവരുന്ന കാലയളവാണ്. കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ കർത്താവ് എപ്പോഴും വ്യക്തതയോടും കൃത്യതയോടുമാണ് എല്ലാ കാര്യങ്ങളും പറയുവാൻ ഇടയായത്. കർത്താവിൻ്റെ ഉപമകളാണെന്നാലും കർത്താവിൻ്റെ പ്രതികരണങ്ങളാലും നാം ചിന്തിക്കുമ്പോൾ എത്ര വ്യക്തതയും കൃത്യതയോടെയാണ് അവിടെ പറയുന്നതും അത് അവിടെ കടന്നു വരുന്ന ജനത്തിന് മനസ്സിലാകത്തക്കവണ്ണം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ ഇഹലോകവാസത്തിൻ്റെ അവസാന നാളിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് പല കാര്യങ്ങളിലും പ്രതികരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് അടുക്കുമ്പോൾ ആ സമയത്തേക്ക് കടന്നു വരുമ്പോൾ ഇന്നും നാം പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് മരണക്കിടക്കയിലുള്ളവർക്കൊരു തൈലാഭിഷേകം ചെയ്യുന്നത്. അപ്രകാരം ഒരു തൈലാഭിഷേകം നടത്തുന്നതായി നാം കാണുക മാത്രമല്ല, അതെത്ര വ്യക്തതയോടെ കർത്താവ് തന്നെ അത് പറയുന്നുണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കർത്താവ് ഈ ലോകത്ത് ഒരു മനുഷ്യനായി ജീവിച്ചപ്പോൾ മാനുഷിക ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിന് സ്വയം അർപ്പിച്ചു കൊടുത്ത് മുൻപോട്ട് പോയ ഒരു പ്രവർത്തനമാണ് നാം കാണുന്നത്. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബെഥനിയിൽ വെച്ച് നടക്കുന്ന, അതായത് ഏറ്റവും അവസാന ആഴ്ചകളിൽ ബെഥനിയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. യോഹന്നാന്റെ സുവിശേഷം 12:7 ഇപ്രകാരമാണ് പറയുന്നത്: യേശു അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. എന്ന് ഇരിക്കട്ടെ. എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്ന് ഇരിക്കട്ടെ. കർത്താവ് യെരുശലേമിലേക്കുള്ള മടക്ക യാത്രയിൽ ബെഥനിയിൽ കൂടെ കടന്നു വരുമ്പോൾ, ബെഥനിയിൽ താൻ എഴുന്നേൽപ്പിച്ച ലാസറിൻ്റെ ഭവനത്തെ അവിടെ നിന്നാണ് വരുന്നത്. അതിൻ്റെ മുൻവാക്യങ്ങൾ നാം പലപ്പോഴും വായിക്കുമ്പോൾ കർത്താവിനെയും ലാസറിനെയും കൊല്ലുവാൻ തക്കവണ്ണം അവിടെയുള്ള യഹൂദ
പരീശന്മാരൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരുടെ മധ്യത്തിൽ ജീവിക്കുന്നെന്ന് പറയുമ്പോൾ അതൊരിക്കലും മായ്ച്ച് കളയുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. മറ്റ് പലരെയും മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിലും ഇത് അടക്കം ചെയ്ത് 4-ാം ദിവസം, യഥാർത്ഥത്തിൽ 4-ാം ദിവസം എന്ന് പറയുമ്പോൾ നാറ്റം വെക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലാസർ. മറ്റ് എല്ലാം മരിച്ച അല്പസമയം കഴിഞ്ഞോ അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നുകൊണ്ട് പലപ്പോഴും അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനം കൊടുക്കുവാൻ കഴിയും. ചിലപ്പോൾ ആ വ്യക്തി മരിച്ചില്ലായിരുന്നായിരുന്നു, ചിലപ്പോൾ അതൊക്കെ ചെയ്യാൻ. പക്ഷേ ഇത് മരിച്ച് അടക്കം ചെയ്ത് 4-ാം ദിവസം ലോകപ്രകാരം അഴുകിക്കൊണ്ടിരിക്കാൻ ആരംഭിച്ച ഒരു സമയമാണ് 4-ാം ദിവസം എന്ന് പറയുമ്പോൾ. അതായത് ശരീരത്തിൻ്റെ മാംസപേശികളിൽ നിന്നെല്ലാം ദുർഗന്ധം വരുന്ന ഒരു അവസ്ഥ. അവിടെ നിന്ന് അവനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് കർത്താവ്. നാം അത് വ്യക്തമായി വായിക്കുമ്പോൾ ലാസറെ എഴുന്നേറ്റ് വരിക എന്നാണ് പറയുന്നത്. കൈകാലുകൾ കെട്ടി വെച്ചിരുന്ന ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലയളവിൽ ആർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ചും യഹൂദ സമുദായത്തിലെ ആ വ്യത്യസ്തമായ ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്. കാരണം അത് ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഇവൻ ദൈവപുത്രൻ എന്ന് അവർക്ക് സ്വീകരിക്കേണ്ടി വരും. അവരെ വിമർശിക്കുകയും പരസ്യമായും രഹസ്യമായും എല്ലാം അവരുടെ കുറവുകൾ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു കർത്താവ്. അപ്പോൾ അവർക്കത് സ്വീകാര്യമാകാതിരുന്നത് അവരോടൊപ്പം ആകാതിരുന്നത് കൊണ്ടാണ്. കർത്താവ് എപ്പോഴും പറഞ്ഞത്, ഞാൻ നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയവര്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടെടുക്കത്തക്കോണമാണ് കടന്നു വന്നത്. ഇന്ന് നാം ഇവിടെ വായിച്ചിരിക്കുന്ന കാര്യങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഏകദേശം ഒരുപോലാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. എങ്കിലോ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യസ്തമായിട്ടാണ് അത് പ്രസ്താവിച്ചിരിക്കുന്നത്. അവിടെയും ഇത് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നാം വായിക്കുമ്പോൾ അല്പം കൂടെ മാറ്റമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം ഈ ഒരു കാര്യം അപ്രകാരം തന്നെയാണ് അതായത് എൻ്റെ മരണ ദിവസത്തിനായി, ശവസംസ്കാര ദിവസത്തിനായി ഇത് ചെയ്തിരിക്കുന്നത്. ശവസംസ്കാര ദിവസത്തിനായുള്ളൊരു തൈലാഭിഷേകം ആണ് അവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് കർത്താവ് അപ്രകാരം പറയുവാൻ ഇടയാകുന്നത്? നമുക്കൊന്ന് യോഹന്നാന്റെ സുവിശേഷം 12:1-2 വായിക്കാം ആദ്യം. യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപ് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് താൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയയിലേക്ക് വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. അവനൊരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ യെരുസലേമിലേക്കുള്ള യാത്രയിൽ താൻ മരിച്ചു ഉയർപ്പിച്ച ഒരു വ്യക്തിയുടെ പട്ടണമായിരുന്നു ബെത്തനി. അവിടെ അവന് ഒരു അത്താഴം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മറ്റ് 2 സുവിശേഷത്തിലും അവിടെ പറയുന്നത് സിമോൻ എന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിലാണ് ഈ അത്താഴമൊരുക്കി. ഇവിടെ അത് പറയുന്നില്ല ആരുടെ ഭവനത്തിലാണ്. എങ്കിലും അവിടെ ബെത്തനിയിലൊരു ഇതൊരുക്കിയുണ്ടെങ്കിലും അവിടെ അവനെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, അതായത് മാർത്തയാണ് അവിടെ ശുശ്രൂഷ ചെയ്തതെന്ന് പറയുന്നുണ്ട്, അവൻ്റെ സഹോദരിയായി. അപ്പോൾ അവനെ സ്വീകരിക്കുന്ന ഒരു വിധം, അതാണ് മുമ്പോട്ട് നാം കാണുന്നത്. കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വിധം, കർത്താവിന് വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ എപ്രകാരമായിരിക്കണമെന്നുള്ള കാര്യം കൂടെയാണ് ഇവിടെ അത് പ്രസ്താവിക്കുന്നത്. അതിൻ്റെ 12:3 അപ്പോൾ മറിയ
അപ്പോൾ മറിയ വിലയേറിയ ഒരു റാത്തൽ വിലയേറിയൊരു റാത്തൽ സ്വച്ഛജടാമാംസി സുഗന്ധതൈലമെടുത്ത് ജടാമാംസി സുഗന്ധതൈലമെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചു. തന്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അതായത് വിലയേറിയ ഒരു പരിമളം ഉപയോഗിച്ച് അവൻ കർത്താവിൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് തുടച്ചു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സ്ഥാനം എന്തെന്നൊന്ന് മനസ്സിലാക്കണം. കർത്താവിന് ഈ സ്ഥാനമുണ്ടോയെന്നൊന്ന് നാം ചിന്തിക്കണം. ഈ സ്ഥാനം എന്ന് പറയുമ്പോൾ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവാണ് എല്ലാത്തിനും ഉപരി, അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ കാണുന്നത്. ഒരു വ്യക്തിയുടെ കാലിൽ പൂശുവാൻ വേണ്ടി ഇത്ര വിലയേറിയൊരു സുഗന്ധ തൈലം കൊണ്ടുവരികയും തൻ്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത്രമാത്രം തീവ്രമായൊരു സമർപ്പണത്തിൻ്റെ അടയാളമാണ് അവിടെ കാണുന്നത്. ഇന്ന് നാം ദേവാലയങ്ങളിൽ കടന്നു പോകാറുണ്ട്, കൺവെൻഷനുകളിൽ കടന്നു പോകാറുണ്ട്. എന്തിന്? ഇതൊന്നും കഴിയാതെ പല ശുശ്രൂഷകളിലും കടന്നു പോകുന്നവരായിരിക്കും നാം. പക്ഷേ ഈ തീവ്രമായൊരു സമർപ്പണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? നാം ഇവിടെയൊക്കെ കടന്നു പോകുന്നത്, അവിടെ പലരും കേൾവിക്കാരായിട്ടായിരിക്കും പലരും കടന്നു വരുന്നത്. മറ്റു പലര് അവരുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യത്തക്കോണം ഒരു അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ എത്രമാത്രം കർത്താവിനെ സ്വീകരിക്കാനായി നാം കടന്നു പോകുന്നുണ്ട്. ഇവിടെ അവിടേക്ക് കടന്ന താഴത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ സ്വീകരിക്കുന്ന രീതി നാം ചിന്തിക്കുമ്പോൾ എല്ലാം അതിൻ്റെ പരമോന്നത ഇതിലാണ് കർത്താവിനെ സ്വീകരിക്കുന്നത്. അപ്രകാരം നമുക്ക് സ്വീകരിക്കുവാൻ കർത്താവിനെ കഴിഞ്ഞിട്ടുണ്ടോ? നാം ഏകദേശം അവസാന ആഴ്ചയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നോയമ്പ് കാലത്തിൻ്റെ വ്യത്യസ്തമായ പല ദൂതുകൾ നാം കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും സന്ധ്യാ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ അനേകർ സംബന്ധിക്കുന്നുണ്ട്. ഇവിടെ കടന്നുപോയി സംബന്ധിച്ചിട്ട് മടങ്ങി വന്ന് ഈ നിമിഷം നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. നാം യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ച വ്യക്തികളാണോ എന്നൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള കൺവെൻഷൻ പ്രസംഗങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്ന ദൂതുകൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കുന്നവരായിട്ടല്ല, എങ്കിലോ അതിനെ ഉൾക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാർത്ത അവിടെ ശുശ്രൂഷ ചെയ്തെങ്കിലും മറിയയുടെ പ്രവർത്തനമാണ് വ്യത്യസ്തം. തൻ്റെ ഗുരുവായ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണ സമർപ്പണത്തോടെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ. മുൻപോട്ട് വായിക്കട്ടെ, 12:4-5 വായിക്കുമ്പോൾ, എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കുവാനിരുന്നവനുമായ യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാതിരുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇവിടെ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിയല്ലേ, കർത്താവിന് എന്തിനാ ഇത്രമാത്രം വിലയേറിയ ഒരു തൈലം കൊണ്ട് കാല് പൂശുന്നതും? നാം ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും ഇപ്രകാരം ആരെങ്കിലും ഒന്ന് ചെയ്താൽ പറയുന്നത് വലിയൊരു പ്രഹസനമാണെന്ന്. പ്രഹസനമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കൂടുതൽ ഒരു കാര്യം പറയാനിടയാതൊരു പ്രഹസനം. ഇവിടെ ഒരു പ്രഹസനമല്ലായിരുന്നു. മറിയ ചെയ്തത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രവർത്തനമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രവർത്തനം. അതുകൊണ്ടാണ് ഇത്ര വിലയേറിയ പരിമള തൈലം ഉപയുക്തമാക്കി അവിടെ അത് ചെയ്യുന്നത്. പക്ഷേ യൂദാ ഇസ്കരിയോത്ത് ഈ കാര്യം പറയുന്നുണ്ടെങ്കിലും ഹൃദയത്തിലെ
ഉള്ളിൽ ചിന്ത വ്യത്യസ്തമായിരിക്കും. ഇതെൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ച് എൻ്റെ കയ്യിലും വല്ല സമ്പത്ത് ഒരുക്കുവാൻ കഴിയുമായിരുന്നു. പലപ്പോഴും ഇന്ന് നമ്മുടെ ആത്മീയ മേഖലകളിൽ ചില പ്രവർത്തനങ്ങൾക്കായി നാം അവിടെ ദേവാലയങ്ങളായാലും മറ്റ് ശുശ്രൂഷകളിലായാലും ഈ പ്രവർത്തനത്തിന് അല്പം കൈത്താങ്ങ് നൽകാനൊക്കെ പറയുമ്പോൾ അവിടെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. ഇതെന്തിനാ ഇതാവശ്യം? അല്ലെങ്കിൽ ഈ പള്ളിക്ക് എന്തിന് ഇതാവശ്യം? ഈ കാശ് നമുക്ക് ദരിദ്രർക്ക് കൊടുക്കല്ലേ? ഇങ്ങനൊക്കെ പലതും നാം കേൾക്കാറുണ്ട്. അന്നും ഇന്നും അതിനൊരു മാറ്റമില്ല. ഈ ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ദരിദ്രരെ അത്രമാത്രം കരുതുന്നവരല്ല. അതൊരു പ്രഹസനമായിട്ടാണ് കാണുവാൻ ഇടയാകുന്നത്. യഥാർത്ഥമായി പ്രവർത്തിക്കുന്നവരൊരിക്കലും വാക്കുകൾ കൊണ്ടല്ലായിരിക്കും, പ്രവൃത്തികൾ കൊണ്ടാണ് അവർ കാണിക്കുന്നത്. ഇവിടെ യൂദാസ് ഇസ്കരിയോത്തിന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ചിന്ത വരുവാൻ കാരണം അവനായിരുന്നു അന്നത്തെ ഖജാൻജി, അതായത് പണസഞ്ചി വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ അവനെ വഴിതെറ്റിക്കത്തക്കോണം പ്രതിയോഗി കടന്നു വന്നു. അവൻ്റെ ചിന്തയിൽ എപ്പോഴും എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് മാത്രമുള്ളൊരു ചിന്തയായിരുന്നു. ബോട്ട് വായിക്കട്ടെ 12:6 ഇപ്രകാരമാണ് പറയുന്നത്. അവൻ ഇത് പറഞ്ഞത് ദരിദ്രരെക്കുറിച്ച് അവന് വിചാരമുണ്ടായിട്ടല്ല, ദരിദ്രരെ കൊണ്ട് അവന് വിചാരമുണ്ടായിട്ടല്ല, പിന്നെയോ അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തന്റെ പക്കലായതിനാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടുമത്രേ. അതായത് പണസഞ്ചി സൂക്ഷിപ്പുകാരൻ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മോഷണം നടത്തിയായിട്ടാണ് അതിൻ്റെ അർത്ഥം. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല ഇപ്രകാരം ഉള്ള പ്രവർത്തന മേഖലയിൽ. ദൈവത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഹീ ഡിസേർവ്സ് ദ ബെസ്റ്റ്. ദൈവത്തിന് ഏറ്റവും മേന്മേറിയ കാര്യം നാം ചെയ്യുവാൻ പരിശ്രമിക്കണം. അത് നമ്മുടെ ദേവാലയമായാൽ പോലും ആ ദേവാലയം അതിമനോഹരമായി അതിനെ നിലനിർത്തത്തക്കോണം നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിൻ്റെ ഓരോ അംശവും എപ്പോഴും ഏറ്റവും മനോഹരതയിൽ, കാരണം അവിടെ വസിക്കുന്നത് ആരാന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രാജാതിരാജാവായ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ആ ദേവാലയം നാം എപ്രകാരമാണ് ഇന്ന് കാത്തുപരിപാലിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും അതിനായി ഓരോ ദേവാലയങ്ങൾ കൈയടക്കാൻ പരിശ്രമിക്കുമ്പോൾ എത്രയോ ദേവാലയങ്ങൾ അനാഥത്വത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുന്നതെന്ന് ആരും മനസ്സിലാക്കാറില്ല, ആരും നോക്കാനില്ല. അവിടേക്ക് കടന്നു പോകാൻ ആരുമില്ല. പാവപ്പെട്ട കുറച്ച് മക്കൾ. അതിനെ നന്മയോടെ നടത്തത്തക്കോണം നാം പരിശ്രമിക്കുമെങ്കിൽ അതായിരിക്കും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം. ദേവാലയത്തിൽ കടന്നു വന്നതുകൊണ്ട് മാത്രമല്ല, ദേവാലയത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ചിന്തിച്ച് അതിനു വേണ്ടത് പ്രവർത്തിക്കുമ്പോഴാണ് കർത്താവിന് ചെയ്ത പോലായി തീരുവാൻ ഇടയായത്. ഇവിടെ കർത്താവ് അപ്രകാരം അവൻ്റെ ശവസംസ്കാര ദിവസത്തിൽ നിന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി മഹത്വീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കർത്താവിനെ മഹത്വീകരിക്കുന്ന ഒരു പ്രവർത്തനം. ഇന്ന് നമുക്ക് അപ്രകാരമുള്ള ചിന്തയുണ്ടോ? നാം ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്ക് പറഞ്ഞല്ലേ നാം ഓരോ പ്രവർത്തനത്തിൽ കടന്നു വരുന്നത്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉത്തരം കാണുകയില്ല. പ്രിയ സഹോദര സഹോദരി, അർഹമില്ലാത്ത നന്മകളാൽ വഴി നടത്തുന്ന എന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിന് കൊടുക്കേണ്ട രീതിയിലുള്ള അർഹമായ ബഹുമാനവും പ്രവർത്തനവും നാം ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉച്ചഭക്ഷണം വെടിഞ്ഞുകൊണ്ടോ ഉപവസിച്ചുകൊണ്ടോ ഈ 40 അല്ലെങ്കിൽ 50 ദിവസം നോയമ്പെടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ സ്വീകാര്യമായൊരു ജീവിതമായി തീരുന്നത്. മുമ്പോട്ട് വായിക്കട്ടെ 12:7-8 വായിക്കുമ്പോൾ, യേശുവോ അവളെ വിടുക, യേശുവോ അവളെ വിടുക,
എന്റെ ശവസംസ്കാര ദിവസത്തിനായി എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. ദരിദ്രർ എല്ലായ്പ്പോഴും ദരിദ്രരെല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ. നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ. എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കൽ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുക്കൽ ഇല്ല എന്നത് താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാനുഭവവും മരണത്തെപ്പറ്റി അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വയമായി ഒരുക്കുന്ന അവസ്ഥ, അതായത് തൈലാഭിഷേകം എന്ന് പറയുമ്പോൾ എൻ്റെ മരണം നിശ്ചയമായി നടക്കത്തക്കോണമുള്ള ദിവസത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നതെന്നാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ അന്ത്യശുശ്രൂഷയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. മരണക്കിടക്കയിലായിരിക്കുന്ന അന്ന് ഏറ്റവും അവസാനമായ ചിലപ്പോൾ ഹോസ്പിറ്റലിലോ ഭവനത്തിലോ ഒക്കെ ചെന്ന് ശുശ്രൂഷ ചെയ്ത് അവർക്ക് തിരുമേശയിൽ സംബന്ധിക്കത്തക്കണമൊക്കെ സാവകാശം നാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നാം ഒരുക്കപ്പെട്ട അവസ്ഥയിലാണോ? കർത്താവിന് നൽകേണ്ടിയ മഹത്വം നാം കൊടുക്കുന്നുണ്ടോ? കർത്താവിനെ സ്വീകരിക്കേണ്ട രീതിയിൽ നാം സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നാം പലപ്പോഴും വേണ്ടിയതെല്ലാം ചെയ്യുവാൻ പരിശ്രമിക്കും. പക്ഷെ ആ പരിശ്രമം പൂർണ്ണതയിലാണോ എന്നൊന്ന് ചിന്തിക്കണം. ഈ നോയമ്പ് കാലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നാം ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ നാം ഒന്ന് നോക്കണം, ആ ദേവാലയം എൻ്റെ കർത്താവിന് വസിക്കത്തക്കവണ്ണമുള്ള രീതിയിലാണോ അത് നടത്തിക്കൊണ്ടു പോകുന്നത്? അതിൻ്റെ ഓരോ അംശത്തിലും നാം ഒന്ന് ചിന്തിക്കണം. അപ്രകാരം ചിന്തിച്ച് ദേവാലയത്തെപ്പറ്റി കരുതലായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുതലിന് കൂടുതലായി അനുഭവമാക്കുവാൻ കഴിയും. ഈ നോയമ്പ് കാലത്തിൽ കർത്താവ് ഒരു പുതിയ ദർശനത്തോടെ നമ്മെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകളായാലും ഇടവകളായാലും ദേവാലയങ്ങളായാലും എവിടെ ആയിക്കൊള്ളട്ടെ, അവിടെ കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കി, ആവശ്യങ്ങൾ മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനത്തിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ ഉണക്കാൻ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുധാംനാഥ കർത്താവെ, പ്രകാരം അറിയാ അവിടെ എല്ലാം നൽകി അങ്ങേ സ്വീകരിച്ച് അങ്ങേ മാനിച്ചതുപോലെ ഞങ്ങൾ പലപ്പോഴും അങ്ങേ സ്വീകരിക്കുവാനോ മാനിക്കുവാനോ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് സമ്മതിക്കണം. ഈ നോയമ്പ് കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ പൂർണ്ണമായി സ്വീകരിക്കുവാൻ മാനിക്കുവാൻ, അങ്ങല്ലാതെ മറ്റ് ആരും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആകുവാൻ ഇടയാകാതെ വണ്ണം അങ്ങേ സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ തന്ന വലിയ സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഈ വചനസുകൾ കർത്താവെ ആഴമായ അവരുടെ ജീവിതത്തിൽ സ്പർശിക്കുക മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഒരു വ്യതിയാനം വരുത്തത്തക്കണം അവിടുന്ന് ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.